ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് നടത്തിയ ഡിഎംഒ ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഡിസിസി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് മാർച്ച് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സമൂർത്തമായിട്ടുള്ള ജീവിത പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സാധാരണക്കാരന്റെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന UDFന്റെ, യൂത്ത് കോൺഗ്രസിന്റെ, മറ്റ് യുവജന സംഘടനകളുടെ പ്രവർത്തകരെയൊക്കെ നിർദാക്ഷിണ്യം തല്ലിച്ചതക്കുകയും കൂടി ചെയ്യുകയാണ് പോലീസ്. പക്ഷെ ഒരു കാര്യം നിസ്സംശയം പറയാം, യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് ഈ സമരം സിവിൽ സ്റ്റേഷന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമരം നിങ്ങളുടെ ഏതെങ്കിലും ഔദാര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള സമരമല്ല. ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുടെ ഭീഷണി കണ്ടു. മന്ത്രിമാരെ വഴിതടഞ്ഞാൽ, മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്ത് കളയും. മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യുമെന്നാണ് ഡിവൈഎഫ്ഐക്കാരൻ പറയുന്നത്. എന്നാൽ ആ ഡിവൈഎഫ്ഐക്കാരൻ മലപ്പുറത്ത് ചുണയുള്ള ഒരു ഡിവൈഎഫ്ഐക്കാരനുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും UDFന്റെയും ഒക്കെ പ്രവർത്തകരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പാടില്ല. അതിന് മാത്രമൊന്നും ഡിവൈഎഫ്ഐ ഇപ്പൊ മൂത്തിട്ടില്ല. നിങ്ങൾ സമരവും മറന്നിട്ടുണ്ട്, നിങ്ങൾ സമരമാർഗങ്ങളും മറന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ സർക്കാരിന്റെ ഭാഗമായി കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഭുജിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ നേതാക്കന്മാരുടെ ഭരണവിലാസം സംഘടനയായി ഡിവൈഎഫ്ഐ ഒക്കെ എന്നോ അധപ്പതിച്ചു കഴിഞ്ഞു. നിങ്ങൾ സമരം മറന്നവരാണ്. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭം ഏറ്റെടുത്തത്. ഈ നാട്ടിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ, ആ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല, അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, നൂലില്ല, എല്ലാം പുറത്ത് വാങ്ങേണ്ട ഗതികേടാ. ഉദ്ഘാടന ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പ്രവർത്തകരെ പോലീസ് വിരട്ടിയോടിച്ചു. തുടർന്ന് ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. തുടർന്ന് 3 തവണ ലാത്തിചാർജ് നടന്നു. ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഈസ്റ്റ് ലൈഫ്, മലപ്പുറം.